ബിഹാ യാ അല്ലാഹുവേ ഭൗതികമായ ലോകത്ത് നിന്ന് ഒരു ദിവസം ഞങ്ങൾ എന്തായാലും യാത്ര പറയണമല്ലോ അല്ലാ. എപ്പോഴാണ്, എവിടെ വച്ചാണ്, എങ്ങനെയാണ്, ഏത് സമയത്താണ് ഞങ്ങൾക്കറിഞ്ഞുകൂടാ. കാഞ്ഞങ്ങാടിനടുത്തുള്ള കുത്തിക്കാലിലെ അഷ്കർ എന്ന് പറയുന്ന സഹോദരൻ പ്രവാസ ലോകത്ത് നിന്ന് ഒരു ആക്സിഡന്റ് സംഭവിച്ച് ജീവിതത്തിന്റെയും മരണത്തിന്റെയും ഇടയിൽ 2 ദിവസം വെന്റിലേറ്ററിൽ കിടന്ന് കൃത്രിമ ശ്വാസം കൊടുത്ത് അവസാനം ഡോക്ടർമാര് ചോദിച്ചു കുടുംബക്കാരോട്, ആ കൃത്രിമ ശ്വാസം ഒന്ന് എടുത്തു മാറ്റട്ടെ. ഇന്നലെ രാത്രി വെള്ളിയാഴ്ച രാവിലെ, കഴിഞ്ഞ വെള്ളിയാഴ്ച രാവിലെ ആ കൃത്രിമ ശ്വാസം അങ്ങ് എടുത്തു മാറ്റിയപ്പോ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് യാത്ര പോവുകയാണ്. ആ പവിത്രമായ അതേ ജനാസ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ആ സഹോദരന്റെ ജനാസ ആംബുലൻസിൽ എയർപോർട്ടിലേക്ക് കൊണ്ടുവന്ന് മംഗലാപുരത്ത് കൊണ്ടുവന്ന് ഇതിലൂടെ യാത്ര ചെയ്ത് കാഞ്ഞങ്ങാട് കുത്തിക്കാലിലെ ഖബർസ്ഥാനിൽ മറവ് ചെയ്തപ്പോ അവസാനത്തെ ഒരു പിടി മണ്ണിടാൻ വേണ്ടി ആ അഷ്കറിന്റെ ചെറിയ പിഞ്ചു പൈതല്, ചെറിയ പൊന്നുമോള്, ഒരു 2 വയസ്സ് പോലും പ്രായമാകാത്ത പൊന്നുമോള് അവസാനത്തെ പിടിമണ്ണും ആ പ്രിയപ്പെട്ട ബാപ്പയുടെ ഖബറിന്റെ മുകളിലേക്ക് ഇടുകയാണ്. അല്ലാ, കണ്ടു നിന്നവരുടെ മുഴുവൻ ആളുകളുടെയും കണ്ണിലൂടെ കണ്ണുനീര് ഒഴുകിയ സമയങ്ങളല്ലേ. നാഥനായ റബ്ബിന്റെ വിളിക്കുത്തരം നൽകി നമ്മളെല്ലാവരും യാത്ര പോകാനുള്ളവരാണ്. അവിടെ വയസ്സ് പ്രശ്നമല്ല, അവിടെ ചെറുപ്പം പ്രശ്നമല്ല, അവിടെ വയസ്സ് പ്രശ്നമല്ല, അവിടെ മധ്യവയസ്കനാണെന്ന് നോക്കാറില്ല. ഏത് വയസ്സുള്ളവരും ചെറിയവരും വലിയവരായാലും അള്ളാഹുവിന്റെ തീരുമാനം വന്നാൽ ആ റബ്ബിലേക്ക് മടങ്ങിയേ മതിയാകൂ. അങ്ങനെ അവസാനത്തെ മടക്കം ഈ ഭൗതികമായ ലോകത്ത് നിന്ന് മടങ്ങുമ്പോ, ശരീരത്തിൽ നിന്ന് റൂഹ് വിട്ടുപിരിയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ഉറക്കെ ഉച്ചരിച്ച് ഖൽബിലെങ്കി ഈമാനോടെ മരിക്കുന്ന നല്ല മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ അല്ലാ. നമ്മളെല്ലാവരും പ്രതീക്ഷയോടുകൂടെ കാത്തിരിക്കുന്നത് കുന്നേ കൈരളിയുടെ അഭിമാനം, പ്രസംഗപീഠത്തിലെ അത്യുജ്വല താരം ബഹുമാനപ്പെട്ട ശൈഖുന പേരോടുസ്താരം, ബഹുമാനപ്പെട്ട ശൈഖുന പേരോടുസ്താദിന്റെ പ്രൗഢോജ്വലമായ പ്രഭാഷണം കേൾക്കുന്നതിന് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് ഏതാനും സമയങ്ങൾക്കകം ഉസ്താദ് ഈ വേദിയിലേക്ക് എത്തിച്ചേരുകയാണ്. അല്ലാഹുവേ ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആഫിയത്ത് നൽകണേ അല്ലാ, ആരോഗ്യം നൽകണേ റഹ്മാനെ. ഒരുപാട് കാലം ആ മനോഹരമായ പ്രഭാഷണം കേൾക്കാനും ശ്രവിക്കാനും നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ.